എൻ്റെ ഫേവറേറ്റ് ഹോബി ഫുട്ബോളാണ് എന്നൊരാൾക്ക് പറയണമെങ്കിൽ എങ്ങനെയാണ് അറബിയിൽ പറയുക? അല്ലെങ്കിൽ ചോദിക്കുകയാണ്, എന്താ നിങ്ങളുടെ ഫേവറേറ്റ് ഹോബി? നിങ്ങളുടെ ഹോബി എന്താണ്? ഫേവറേറ്റ് അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ ഹോബി എന്താണ്? അപ്പോൾ ഹോബി എന്നതിന്, അതായത് അവരവരുടെ ഇഷ്ടപ്പെട്ട ഓരോ സംഗതികൾക്കാണല്ലോ ഹോബി അറിയാം. അതിന് അറബിയിൽ പറയുക ഹിവായത്തി എന്നാണ്. ഹിവായത്തി അൽ മുമയ്യസ, ഹിവായത്തി അൽ മുഫദ്ദല രണ്ടും ഉപയോഗിക്കും. എൻ്റെ ഫേവറേറ്റ് ഹോബി എന്നതിന് ഹിവായത്തി അൽ മുഫദ്ദല, മുമയ്യസ എന്നാണ് പൊതുവെ സാധാരണക്കാർ പറയാറുണ്ട്. മുമയ്യസ്, ഓക്കെ. ഹിവായത്ത് ഉഷുന് ഹിവായത്തക്ക് യാ ഹബീബി. ഇപ്പോൾ നമ്മളൊരാളെ പരിചയപ്പെടുമ്പോൾ ഡീപ്പായിട്ട് പരിചയപ്പെടുകയാണെങ്കിൽ ഷു ഹിവായത്തക്ക്, എന്താ നിങ്ങളുടെ ഹോബി? അപ്പോൾ അവൻ പറയും ഹിവായത്തി അൽ ഖിറാ അൽ കിതാബ. മാന്യന്മാരായ ആൾക്കാരങ്ങനെ പറയും ടീച്ചിങ് ആൻഡ് റീഡിംഗ് ആണ്, അല്ലെങ്കിൽ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആണ് എൻ്റെ ഹിവായത്ത് എന്ന് പറയും. ഹിവായത്തന തലീം ലുഗത്തിൽ അറബിയ, അതാണ് കറക്റ്റ്. ഞങ്ങളുടെ യഥാർത്ഥ ഹോബി എന്താണ്? അറബിക് സ്പീക്കിംഗ് പഠിപ്പിക്കുക എന്നുള്ള ടീച്ചിങ്ങിലാണ്. അപ്പോൾ ഹിവായത്ത് എന്ന് പറയും. ഓക്കെ, യഥാർത്ഥത്തിൽ ഹിവായത്ത് എന്ന് പറയുന്നതിൻ്റെ എവിടുന്ന് ഹവിയയിൽ നിന്നൊക്കെ വന്നതാവാം. ഒരു മനുഷ്യൻ്റെ ഐഡിയയെ പറ്റി പറയുമ്പോൾ ഹവിയ എന്ന് പറയാം. ഹവിയ ഇപ്പോൾ പറയാറുണ്ട്, ലുഗത്തക്ക് ഹവിയത്തക്ക് ലിസാനക്ക് ഉൻവാനക്ക്, അതായത് നിങ്ങളുടെ ഭാഷ അത് നിങ്ങളുടെ ഐഡിയ ആണ്. അപ്പോൾ ഐഡിയ ആണെന്ന് പറയാൻ ഹവിയ എന്ന് ഉപയോഗിക്കും. അതേ വാക്ക് തന്നെയാണ് ഹിവായത്ത് എന്ന് പറയുന്നത്, സെയിം കണ്ടൻറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ ഷിനു ഹിവായത്തക്ക് ഉഖ്തി, നിങ്ങൾ ലേഡിയോട് നിങ്ങൾ അവരെ എങ്ങനെ ഡീപ്പായി പരിചയപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ, ഷിനു അൽ ഹിവായ. അൽ ഹിവായ എന്താണ് ഹോബി? വാട്ട് ഈസ് യുവർ ഹോബി? എന്താ നിങ്ങളുടെ ഹോബി എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും എൻ്റെ ഹോബി ക്രിക്കറ്റാണ്, അല്ലെങ്കിൽ ഫുട്ബോളാണ് എന്നൊക്കെ പറയാനുള്ള ഹോബി. ഓക്കെ, അതേപോലെ തന്നെ ഹവ എന്ന് പറയും. ഹവ, ഈ ഹവക്ക് കുറേ അർത്ഥമുണ്ട്. ഹവ കാറ്റ് എന്ന അർത്ഥത്തിൽ പറയുമെങ്കിലും പിന്നെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്കും ഹവ എന്ന് സാഹിത്യ അറിവിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഒന്നും ആഗ്രഹങ്ങൾ നടക്കൂല, അതിൽ നിന്ന് തന്നെ വന്ന ഒരു വാക്ക് തന്നെ ആയിരിക്കാം ഇതൊക്കെ, ഹവ. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ വളരെ ചെറിയ സമയം കൊണ്ട് നമ്മളിപ്പോൾ ഹിവായത്തിൻ്റെ ഓരോരോ മേഖലകൾ പഠിച്ചിരിക്കുകയാണ്. ചിലരൊക്കെ തെറ്റായി ഇതിനെ പറയാറുണ്ട്, ഹിവായത്ത് എന്ന് അറിയാത്തതോട് പറയാതിരിക്കും. അപ്പോൾ നിങ്ങളിനി പറയുക, ഒരാൾ സുഹൃത്തിനെ പരിചയപ്പെടും, അതോട് പറയാം ഹിവായത്തി അൽ ലാബുൽ കൂറ, ഹിവായത്തി ലാബ് കൂറ, എൻ്റെ ഹോബി ഫുട്ബോൾ പ്ലേയിങ് ആണ് എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെയൊക്കെ സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന രീതിയിൽ അറബി ഭാഷ പഠിക്കുവാൻ അറബിക്യൂനി എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മളത് പറയാറില്ല, കാരണം നിങ്ങൾ ഫ്രീ ക്ലാസ്സിലൂടെ കേട്ട് പോയിക്കോട്ടെ. പക്ഷേ ഒരു ഫ്രീ ക്ലാസ് എന്ന് പറയുമ്പോൾ അതിനൊരു പരിധിയുണ്ട്. സംസാര ഭാഷ കൃത്യമായും പഠിപ്പിക്കുന്ന ഒരു ടീച്ചിങ് മേഖലയാണ് അറബിക് യൂണിയുടെ ക്ലാസ് റൂം. അതിൽ ജോയിൻ ചെയ്യുക. എല്ലാവിധ ആശംസകളും നേരുന്നു. ശുക്രൻ, മഅസ്സലാമ.